സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ദശ കട്ടിയുള്ള മീനാണ്. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ദശ കട്ടിയുള്ളതെന്ന് പറയുമ്പോൾ മീൻ മുള്ളുണ്ടല്ലോ, ആ മുള്ളല്ലാതെ കുറച്ച് കട്ടിയുള്ള എല്ലുള്ള ടൈപ്പ് മീനുകളാണ് വേണ്ടത്. അയക്കോറ ഒക്കെ നല്ല ബെസ്റ്റാണ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നരിമീൻ എന്ന് പറഞ്ഞൊരു പുഴമീൻ്റെ വലിയ മീനിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു 8 കഷ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ 4 കപ്പ് അരി വെച്ചിട്ടാണ്, അതായത് ഏകദേശം 1 കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ മസാല തേച്ച് വെക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങയും കുറച്ച് ബിരിയാണി മസാലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മസാല പുരട്ടി വെക്കണേ. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള. അതിന് വേണ്ടിയിട്ട് പകുതി ഓയിലും, അതായത് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണാണ് ഞാൻ ടോട്ടൽ ഓയിൽ എടുത്തിട്ടുള്ളത്. അത് പകുതി വെളിച്ചെണ്ണയും പകുതി ഓയിലും സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാം, പക്ഷേ ഫിഷ് ബിരിയാണിക്ക് എപ്പോഴും രസം ഇതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ കശുവണ്ടി പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് അത് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കോരി മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഉള്ളി പൊരിച്ച ആ ഒരു എണ്ണ എടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ദം ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നന്നായിട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ അടുക്ക മീൻ നമ്മളൊന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെച്ച സമയം കൊണ്ട് 4 കപ്പ് റൈസ്, കൈമ റൈസാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ മീനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം, പൊട്ടി പോകരുത് കേട്ടോ. മീൻ നേരിയ കഷ്ണങ്ങളാകുമ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. മീനല്ലേ, ഇറച്ചി പോലെ അത്ര ഉറപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ മീൻ പൊരിച്ച ഓയിലിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വലിയ സൈസ് 2 ഉള്ളി നേരിയതാക്കി അരിഞ്ഞത് ഇട്ട് വയറ്റി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒരുമിച്ച് ചതച്ചെടുത്തിട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൽ ആ പേസ്റ്റ് കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അടുക്ക് അതൊന്നും അവിടെ വഴണ്ടി വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മറ്റേ അടുപ്പിൽ വെച്ചിട്ട് ചോറിനുള്ള പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ കയ്യിലുള്ള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റില്ല അത് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അരി എന്നുള്ള കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനിടയ്ക്ക് നമ്മൾ ഗ്രേവി റെഡിയാക്കണം. അപ്പം നമ്മൾ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്ന് അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണ്, അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് ഇട്ടാൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 1 കപ്പ് തൈര്, ഒരു ചെറുനാരങ്ങ ഇത്ര ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനിന്ന് ഒരു കഷ്ണം മീൻ എടുത്തിട്ട് അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക. കാരണം ഞാൻ മീൻ ഫ്രൈ ചെയ്ത കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കണില്ല, അത് പൊടിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലേവർ ഇട്ടാൻ വേണ്ടി അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി ഊറ്റി സോക്ക് ചെയ്യാൻ വെച്ചോടുന്ന് വെള്ളമൊക്കെ ഒഴിവാക്കി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒരു 80% വേവാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ കൈമ റൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേവ് ഏറിപ്പോയി കഴിഞ്ഞാൽ ചൂടാറുന്നതിനനുസരിച്ച് അത് വിട്ട് വരും കേട്ടോ. അപ്പം ഒരു 80% വേവിലാണ് ഞാൻ ഊറ്റിയെടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ദമ്മിലിടുന്നിട്ട് വെന്തോളും. അപ്പോൾ ഈ മസാലയിലേക്ക് ഞാൻ മീനൊന്നും ഇട്ട് കൊടുക്കണില്ല, നമ്മൾ ചെറിയൊരു പീസ് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഫ്ലേവറാണ് ഉണ്ടാവുക. നല്ല ഫിഷിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഫസ്റ്റ് ലെയർ ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കുറച്ച് ബിരിയാണി മസാല, പൊരിച്ച ഉള്ളി, അതേപോലെ മല്ലിയില പുതിനേൻ്റെ ഇല കുറച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുക. അതിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചോറ് കഴിയണ വരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത മീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ആ ഫ്ലേവർ നന്നായിട്ട് റൈസിലേക്കൊക്കെ വരും. 10 മിനിറ്റ് ഫ്ലെയിമിൽ, ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 10 മിനിറ്റ്
എന്നിട്ട് ലോ ഫ്ലെയിമിലും ഇട്ട് കത്തിച്ചതിന് ശേഷം പിന്നെ ഓഫാക്കിയിട്ട് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബിരിയാണി പൊട്ടിച്ച് നോക്കുന്നത്. എന്നിട്ട് പതുക്കെ നമ്മൾ ഫിഷൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, പൊട്ടി പോകാതെ നോക്കണം. പിന്നെ റൈസ് സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ബിരിയാണി റെഡിയായി കേട്ടോ.